അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാർഷികം ജോറാക്കണം. ഗംഭീരമായിക്കളയാം. പക്ഷേ ഹാജിയുടെ മനസ്സൊന്ന് തുറക്കണം. തുറക്കാനൊന്നുമില്ല. ഇത്തവണ ആകപ്പാടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ. അപ്പൊ മനസമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലേ മാഷേ? സ്കൂള് പൂട്ടിക്കല്, തുറപ്പിക്കല്, പ്രക്ഷോഭം, അടിപിടി, എന്തൊക്കെ ബഹളമായിരുന്നു. ഏതായാലും എല്ലാം ഒന്ന് കെട്ടടങ്ങി. ടീച്ചർക്ക് മനസ്സിന് സ്വസ്ഥയായില്ലേ? മാഷേ, ഇത്തവണ ഒരു പുതുമയിരിക്കട്ടെ. കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ? അത് കൊള്ളാം. സദ്യ ആണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി തന്നെ ആയിക്കോട്ടെ. കോഴിക്കോട് നല്ല വെപ്പുകാരെ വേണ്ട. ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട. നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ? എന്താ ടീച്ചറെ, ഒന്ന് ശ്രമിച്ചൂടെ? അയ്യോ, ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കല്ലല്ലേ, മാഷില്ലേ, കുഞ്ഞാലിയില്ലേ, എന്തിന് ഞാനില്ലേ? ഉണ്ട്. ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം. ടീച്ചർ ഉണ്ടാക്കുന്ന പായസം കഴിച്ചാൽ കഴിച്ചാൻ തോന്നില്ല, കഴിച്ചാൽ കൊതിയില്ല. എങ്കിൽ സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ. സദ്യ മാത്രം പോരാ, എന്തെങ്കിലും കലാപരിപാടികളും കൂടി. അതൊക്കെ മാഷയുടെ യുക്തം പോലെ ചെയ്തോളി. ഒരു ഗാനമേള വേണ്ടേ? നാടൻ ഗാനമേള. നീ പേടിക്കണ്ട കുഞ്ഞാലി, പാടാൻ നിനക്കൊരു ചാൻസ് തരാം. മാഷേ, അങ്ങനെയാണെങ്കിൽ ഒടുക്കം പറയട്ടോ. അതെന്താ? മറ്റേത് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? എന്താ വരേ, ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. നാണവും മാനമുള്ളവർക്ക് ഈ വഴിക്ക് എന്നല്ല ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനമല്ലോടോ കേൾക്കണത്. തൊലിവെൽപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇളക്കാണ്. ആരെ പറ്റിയാ പറയണേ? വേറെ ആരെ പറ്റിയാ? ആ മാഷല്ലേ, സാഹിത്യം. പകലൊക്കെ എന്തൊരു മാന്യ ശ്രീമാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്ക, ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്കുക, വല്ല മേത്തന്റെ കുടിലും കഴിയണ്ടെന്നും പറഞ്ഞ് നമ്മുടെ മേലിന് എത്ര തവണ വിളിച്ചതാണ്. വന്നോ? വന്നില്ല. ഏടോ എന്റെ വാര്യത്തേക്ക് ക്ഷണിച്ചല്ലേ, വന്നോ? വന്നില്ല. എങ്ങനെയാ വരിക? ടീച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം. ആചാർക്കും വേണ്ടാത്ത വർത്താനം പറഞ്ഞോണ്ടല്ല. അത് ശരി, വർത്താനം പറയണോ വെച്ച് പ്രവർത്തിക്കാം. എടോ, നീ ചാടിക്കളി എന്താന്നുള്ളത് എനിക്കറിയാം. നിനക്കും ഇതിലൊരു പങ്കുണ്ട്. അല്ലെ, കളവരിക്കുവോ? നല്ല പ്രായല്ലേ. എന്നെ പറ്റി എന്തോടോ പറഞ്ഞു? പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞോണ്ടല്ലോ, കൊന്നുകളഞ്ഞ. അത്രയ്ക്ക് അഹങ്കാരമായോ മീൻകാരന്? വാരരെ തല്ലിയാൽ അത് നമ്മളെ തല്ലുന്നു പോയാ. ഇതൊക്കെ കേട്ടിട്ട് വണങ്ങാൻ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആ പരട്ട മാഷയുടെയും ഹാജിയാരുടെയും തോന്നിയാസം കാരണം നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യാതായി. അടിക്കണം. നമ്മളെ തൊട്ടൊന്നും വിവരം അറിയണം. അല്ല, നോമങ്ങോട്ട് നേരിട്ട് ഇടപെടണോ? ആരെങ്കിലും അങ്ങോട്ട് ഏർപ്പാടാക്കിയാ പോലെ. അതുപോലെ നമ്മളെന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നാലെണ്ണം അങ്ങോട്ട് കീറി കൊടുക്കണം. അടി കൊണ്ടപ്പോ ഈ ചൂടൊക്കെ എവിടെ പോയി? രമേശ, വരുന്നേ. ഇത്ര വേണോ കുഞ്ഞാലിയെ? നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇതുവരെ കുഞ്ഞാലി വാങ്ങിക്കൊണ്ടുപോയ മീൻ തിരികെ കൊണ്ടുവന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇട്ടോളി, മുഴുവൻ ഇട്ടോളി.
പറയുമ്പോ കടയടയ്ക്കാൻ പറ്റില്ല. എന്താ ഓന് കടയടയ്ക്കാൻ കഴിയില്ല, നീ കട അടക്കില്ലല്ലേ? അതിന് വേണ്ട. അടുത്ത് പൊളിക്കണത് നിർത്താ. അസീസേ, ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റരുത്. ഈ കച്ചവടക്കാർ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട്? ഈ പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചാണോ പകരം വീട്ടുന്നത്? വെറുതെ ആളുകളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കരുത്. ആരാ ഇവിടെ ബെത്തം കുത്തി വെച്ചേ? ഞാനോ അതോ നിങ്ങളോ? കാര്യം കാണാനായി ആ മേനോന്റെ കൂടെ ചേർന്ന് ഇന്ന് നാട്ടിലെ സമാധാനം നശിപ്പിച്ചില്ലേ? ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഇവിടെ ഉള്ളവരുണ്ട്, അതിന് അന്യനാട്ടുകാർ വേണ്ട. ആരാ പറഞ്ഞ അസീസ് അന്യനാട്ടുകാരെന്ന്? ഓ നമ്മുടെ ആളാ. നമ്മുടെ ആളുകൾ എവിടെ ഉണ്ടെങ്കിലും ഒന്നാ. എല്ലാ ആളുകളും ഒന്നാണെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഈ അക്രമം കാണിക്കുവോ? അസീസേ, ഇപ്പൊ നിനക്ക് മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റൂ. പട്ടിയെ തള്ള പോലെ പാവപ്പെട്ട കുഞ്ഞാലിനെ അവന്മാർ തല്ലിയപ്പോ എവിടെ പോണെന്ന് മാത്രം എങ്ങനെ നാക്ക് തല്ലുകൊണ്ട് ചാവാറായി വഴി കിടന്നപ്പോ നിങ്ങൾക്ക് ഓരോക്കെങ്കിലും തോന്നിയോ ശരിയല്ലെന്ന്? ഇനി നമ്മൾ ഓർക്കൂല. കുഞ്ഞാലി നമ്മുടെ ആളാണ്. ഓനെ തല്ലിയവനെ നമ്മൾ വെറുതെ കരുതണ്ട. അതിന് കുഞ്ഞാലിക്ക് പരാതിയില്ലല്ലോ. പരാതിയുണ്ട്, ഞമ്മക്ക് പരാതിയുണ്ട്, കുഞ്ഞാലിക്കും പരാതിയുണ്ട്. ഞമ്മക്കൊരു പരാതിയില്ല. എന്റെ പേരും പറഞ്ഞ ആരും പക്കാലത്ത് പിടിക്കാൻ വേണ്ട. എന്താ പറഞ്ഞ നമുക്ക്? അനക്ക് പരാതിയില്ലെന്നോ? നാണമില്ലല്ലോ നിനക്ക്? എന്നാ ഞമ്മക്ക് പരാതിയുണ്ട്. ഇസ്ലാമിനെതിരായി ആര് വന്നാലും ശരി ഓന്റെ കുടൽ ഞമ്മളെടുക്കും. നിസ്കാര ടൈമിൽ തൊട്ട് കളിച്ചാണ്ടല്ലോ. നിസ്കാര ടൈമിനെ പറ്റി പറയാൻ അനക്കെന്താ അവകാശം? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലിച്ചാകണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പേരും പറഞ്ഞ് ഭയക്കൊണ്ടാക്കി മുതലെടുക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല. കൂട്ടം തെറ്റി ഒറ്റ കൊടുത്ത ഓണ് തലയുടെ ആദ്യം ഒത്തുപോകരുത്. നോക്കി നിൽക്കാൻ തച്ചട കണ്ടിട്ട്. അതിന് ചങ്കുറപ്പുള്ള ഏതെങ്കിലും ആൺകുട്ടിയുണ്ടോ ഇപ്പോ ഇക്കൂട്ടത്തിൽ? ദേ കുഞ്ഞാലി, അടിക്ക്. ധൈര്യമുള്ളതുകൊണ്ട് അടിക്ക്. ഇവന്റെ ഒരു രോമത്തിന് കേടുവന്നാലുണ്ടല്ലോ ഇവിടെ ചോരപ്പുഴ ഒഴുകും. അസീസേ, അതിലാദ്യം പോകുന്നത് നീ ആയിരിക്കും. ഓന്റെ തൊള്ളയിൽ കുറച്ച് പൂഴിവാരിയിട്ട് നിക്കട അവിടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നന്നാവൂല. പടച്ചോ നേരിട്ട് എന്ന് പറഞ്ഞാലും ഓ നന്നാവൂല. അന്ന് ടീച്ചറെ പുറത്താക്കണം എന്നായിരുന്നു ഡിമാൻഡ്. ഇപ്പോ സമുദായക്കാരെ ഇളക്കി വിട്ടാ ഓന്റെ കളി. ഇനി ഞമ്മളെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയൂല മാഷേ. എന്റെ മോക്ക് ഈ ബന്ധം വേണ്ട. ഓ ഇഞ്ഞു വയ്ക്കോട്ടെ. അജയരെ, വേണ്ട, ഒന്നും പറയണ്ട. ഞമ്മക്ക് ഇങ്ങോട് ബഹുമാനമുണ്ട്. എന്ത് കാര്യവും ഇങ്ങോട് ചോദിക്കാതെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാര്യത്തില് മാഷ് ഒന്നും പറയരുത്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഒരു മൊഴിചൊല്ലിൽ അവസാനിപ്പിക്കാവുന്ന കാര്യമാണോ ഇത്? ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല മാഷെ. ഇന്ന് നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മരുമോന്റെ മയ്യത്ത് ഞാൻ ചുമക്കേണ്ടി വരില്ലായിരുന്ന, എന്റെ മോളുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വരില്ലായിരുന്ന. ഇപ്പൊ ഹാജിയാരെടുത്ത ഈ തീരുമാനത്തിലും മകളുടെ കണ്ണീര് കാണേണ്ടി വരില്ലേ? അത്ര പെട്ടെന്ന് മുറിച്ചു മാറ്റാവുന്നതാണോ കുടുംബബന്ധം? ജീവിതത്തിലേക്ക് അവള് കടന്നു വന്നിട്ടേ ഉള്ളൂ. കുടുംബം, ഭർത്താവ്, കുട്ടികൾ, ഇനിയും എത്രയെത്ര സ്വപ്നങ്ങൾ ബാക്കിയാണ്. നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യരുത്. വേണ്ടി വന്നാൽ അസീസിനെ കണ്ട് ഹാജിയാർ സംസാരിക്കണം. നമ്മൾ സംസാരിക്കാത്തോണ്ടാ? ഓനെ ആദ്യം കണ്ടപ്പോഴും വർത്തമാനം പറഞ്ഞപ്പോഴും നിക്കാഹ് ഉറപ്പിച്ചപ്പോഴും എന്ത് മര്യാദക്കാരായിരുന്നു. ഞമ്മടെ നിലയ്ക്ക് പറ്റിയ ബന്ധമാണെന്ന് കരുതി. അവിടെ ഞമ്മക്ക് തെറ്റി. എന്റെ മോളുടെ ഭാവി ഞാൻ കുരുതി കൊടുക്കുക എന്ന് കരുതിയില്ല മാഷ്. ഞാൻ അസീസിനെ ന്യായീകരിക്കുകയല്ല. പെട്ടെന്നൊരു തീരുമാനം ഹാജിയാർ എടുക്കുന്നതിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. നാളെ കണ്ണീരും കൈയുമായിട്ട് മോള് വീട്ടിൽ നിൽക്കുമ്പോ ഹാജിയാർക്ക് തോന്നും ചെയ്ത് തെറ്റായിപ്പോയെന്ന്. വേണമെങ്കിൽ പറിച്ചെടുക്കാം. എന്നാൽ തന്നെ ആ ജീവിതം പിന്നീട് തളർക്കുമെന്ന് ഹാജിയാർക്ക് ഉറപ്പുണ്ടോ? ഞങ്ങളുടെ ആൾക്കാരെ അടിക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നതാ. അപ്പോഴാ ശേഖരൻ കയറി ഇടപെട്ടത്. എന്ത് ശേഖരൻ? പേരെ കത്തുമ്പോഴല്ലേ വാഴ വെട്ടേണ്ടത്. ഇത്രയും നല്ലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടുമോ?
ഒരു നാട് മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടും കുത്തുകയും മാറിയാല് അതിന്റെ മറവിൽ നമുക്ക് എന്തൊക്കെ നേടായിരുന്നു? ഛേ, ഒക്കെ നിങ്ങൾ കളഞ്ഞു വിളിച്ചില്ലേ? വേണമെങ്കിൽ ഒരടിയും കൊണ്ട് നടത്താം. അതൊന്നും വേണ്ട. ഇനി അവരുടെ സ്കൂൾ ആഘോഷം പൊളിക്കണം. ആ വഴിക്കായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതെന്തിനാ? നിനക്ക് കൊടുക്കാൻ. അങ്ങോട്ടാ മാഷേ, എല്ലാം റെഡിയാ. കുട്ടികളെ ഉണ്ടാൻ വിളിക്കട്ടെ. പിന്നെ ഇപ്പൊ തന്നെ നേരം വൈകിച്ചല്ലേ? ഞാൻ പോയി ബെല്ലടിക്കാം. എന്തിനാ ബെല്ലടിക്കുന്നത്? അല്ല മാഷെ, മൂപ്പർക്ക് ആകെ അറിയാവുന്ന പണിയല്ലേ, അത് ചെയ്തോട്ടെ. നീ എന്റെ വഴി എടുത്തോട്ടോ. അതൊന്നും നടക്കൂല. കാരണം ഞമ്മളിന്ന് ലീവാ. ലീവ് എടുക്കാൻ വലിയ ഉദ്യോഗം തോളം വെക്കാതെ നിങ്ങൾ ഇന്ന് പിള്ളേർക്ക് ചോറ് വെക്കാൻ നമുക്ക് അല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. എല്ലാരും കൂടെ ശ്രമിച്ചു, കൂട്ടത്തിൽ ഞാനും. അത്രേ ഉള്ളൂ. എന്തായാലും ഞമ്മക്ക് പെരുത്ത് സന്തോഷം. എന്തു പറ്റി? രാവിലെ 8 മണിക്ക് മേക്കപ്പെട്ട് നിൽക്കണതല്ലേ, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും. ഓ, അയ്യോ, ഇന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ. വേണ്ട, ഇന്റെ കുട്ടീനെ തൊടരുത്. നിങ്ങൾ ഒരുത്തനെ ഇതിനൊക്കെ കാരണം. ഇങ്ങനെ വാക്ക് കേട്ടോണ്ടാ നമ്മൾ പിന്നെ കുട്ടീനെ സ്കൂളിൽ വിട്ടത്. നിങ്ങൾ ഈ നാട്ടിൽ എന്ന് വന്നോ അന്ന് തുടങ്ങി പൈപ്പാണ്. വാടകയിൽ ഒട്ടും സ്ഥലമില്ല. എവിടെങ്കിലും കിടത്തി തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. യെസ് ഡോക്ടർ. ടീച്ചറെ കെട്ടിപ്പിടിച്ച് എത്ര നേരത്തിരിക്കും നമ്മളൊന്ന് കാണട്ടോ. ആചാരെ, നിങ്ങളെ തടി പിറക്കാക്കണ്ടി ഓരങ്ങൾ പറഞ്ഞു വെച്ചോളി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. കള്ള മാഷേ, ഇങ്ങോട്ട് വരാൻ പറയും സാറേ. എടാ കള്ള മാഷേ, ഇറങ്ങിയോ? കുട്ടികളെ കൊലക്കൊടുത്ത് നീയൊക്കെ അകത്ത് സൂക്ഷിക്കാമോ? ഇങ്ങോട്ട് ഇറങ്ങി വരാനാണ് പറഞ്ഞത്. എടാ ഇറങ്ങി വരാൻ. എടാ നിന്നോടാണ് പറഞ്ഞത് ഇറങ്ങി വരാൻ. ഇറങ്ങി വരാൻ. എടാ ഇറങ്ങി. നിന്റെ ഭാഷ കള്ളക്കളി നിന്നോടെ ഞങ്ങൾ അവസാനിപ്പിക്കണേ.
ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല. സാർ, ഫുഡ് പോയ്സൺ തന്നെയാ, പായസത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അയ്യോ തന്നെ കൊല്ലാൻ വന്നേ. അയ്യോ അയ്യോ അയ്യേ അയ്യോ തന്നെ കൊന്നേ. ഇനി നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കളിക്കാൻ. നാളെ മുതൽ സ്കൂൾ ഒരു 15 ദിവസത്തേക്ക് അടയ്ക്കും. ജനമധ്യത്തിൽ അവരെങ്ങനെ മൂക്കും കുത്തി വീണ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ കരുക്കൾ നീക്കേണ്ടത്. മൂക്കും കുത്തി താഴെ വീഴുന്നത് നിന്റെ തന്തയായിരിക്കും. എല്ലാ കാലത്തും എല്ലാരെയും വിട്ടികളാക്കാമെന്ന് കരുതണ്ട. അപകടഘട്ടം കഴിഞ്ഞല്ലേ ഡാക്ടർ പറഞ്ഞത്. പടച്ചോൻ നമ്മളെ രക്ഷിച്ചു. അജയനെ മനസ്സിലായില്ല അല്ലേ? ഇടോ വരേ.
നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം. ഈ മേനും അസീസും പറഞ്ഞിട്ടാ ഞാൻ പായസത്തില് വിഷം കളിക്കിയത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ശത്രുത അഭിനയിക്കുന്ന ഇവർക്ക് വേണ്ടിയാണോ നമ്മളൊക്കെ തമ്മിലടിക്കേണ്ടത്? സ്വബുദ്ധി അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. നമ്മുടെയൊക്കെ പിന്തുണയാണ് ഇവന്റെയൊക്കെ ശക്തി. അത് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ ഇവനൊക്കെ വെറും പുല്ല്. മാപ്പ് തരണം മാഷേ. അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് തരണം. മോളെ, ഞമ്മള് വിവരം അറിയാണ്ട് എന്തൊക്കെയോ പറഞ്ഞതാ. അന്നേരത്തെ വിഷമത്തിന് മാപ്പാക്കിന്ന് പറ. സാരമില്ലമ്മ.